നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ ഗൈസ്, നമ്മൾ കൊടികുത്തി മല കയറിയിരിക്കുകയാണ്. വാച്ചോടെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മളെ പ്ലാസ്റ്റിക് കുപ്പി വല്ലതും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ താക്കോൽ അവിടെ കൊടുക്കണം. കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ടോക്കൺ തരും. ഈ ടോക്കൺ തിരിച്ച് വരുമ്പോൾ കൊടുക്കണം. പിന്നെ എൻ്റർ ആവുന്ന സമയത്ത് തന്നെ കൊടികുത്തിലൂടെ ചരിത്രം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയ മിനിയേച്ചറും ഉണ്ട് അവിടെ. തമ്പാട്ടി അത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല വലിയൊരു ഗേറ്റാണ് സംഭവം. പുള്ളിക്കാർക്ക് ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല. അതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുന്നിൽ വീഡിയോ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ അന്ന് അച്ഛൻ പോയിട്ട് വന്നിട്ട് അവൾ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. വാച്ച് അവളെ തിരിച്ച് പിന്തിരിപ്പിച്ച് ഇല്ല മോളെ വാ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത്. ഞാൻ കയറി തുടങ്ങിയപ്പോൾ തന്നെ ക്ഷീണിച്ചു. തമ്പാട്ടിനോട് പറഞ്ഞു, തമ്പാട്ടി നിനക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കണമെന്ന് ചോദിച്ചാൽ അവിടെ നിന്നൊരു പീസ് കേക്കും മേടിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്നുള്ള യാത്രയും തുടങ്ങുന്നത്. അവൾ തരാൻ കുറച്ച് സംബന്ധിച്ചു. ഞാൻ പിടിച്ച് പറിച്ച് വാങ്ങിച്ചു. നമുക്ക് പിന്നെ കുട്ടികളുടെ മനസ്സാണല്ലോ, അതുകൊണ്ട് ഞാൻ പിടിച്ച് വലിച്ച് വാങ്ങിച്ചു. അവിടെ നിന്ന് വീണ്ടും നമ്മൾ നീച്ച് നടന്നപ്പോൾ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് അവിടെ. ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയാൻ പാടില്ല, അതായത് ഈ ഒരു സാധനം മാത്രമുണ്ട്. ഞാനും തമ്പാട്ടി ടവറിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ വാച്ച് അവളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് അവൾ ചോദിക്കുകയാണ് പിന്നെ എങ്ങനെയുണ്ട് എന്നല്ലേ. എന്ത് സൂപ്പർ, അവൾ മനസ്സ് തന്നെ പ്രാഗിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വട്ടം വന്നതാണ്, പിന്നെ ഇതാ വരുന്നത് അവളെയും കൊണ്ടാണ്. ക്ഷീണിച്ച് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ഗൈസ്. ഞാൻ ക്ഷീണിച്ചു. അത് എന്നെ കണ്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നതാണ്. നല്ലോണം ക്ഷീണിച്ചു. അവിടെ നിന്ന് ഇതാ കയറിയിട്ടൊരു 100 മീറ്റർ ആയിട്ടുള്ളൂ. 100 മീറ്റർ കുറച്ച് ഇപ്പോൾ നമ്മൾ കുറച്ചധികം നടന്നു. ഇത് കണ്ടില്ല, ആ ദൂരത്തിൽ അവിടേക്ക് എത്തണമായിരുന്നു. അവിടെ ഞങ്ങളിത് അവിടെ ഇതിനുള്ളൊരു ചെറിയ കുഞ്ഞിക്കാടാണ്. അതിനുള്ളിൽ വന്നിരുന്ന് ഇനി പോകണോ വേണ്ടേ എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഷർട്ട് കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ല, ആ 2 ഷെയ്ഡ് കയ്യിൻ്റെ ആ ഭാഗം കണ്ടാൽ മനസ്സിലായി. വേർത്ത് കുളിച്ചു എന്ന് പറഞ്ഞാൽ വേർത്ത് കുളിച്ചു. അവസാനം ഞങ്ങളുടെ ദൗത്യം പിൻവലിച്ചു. കയറുന്നില്ല ഗൈസ്. പകുതി കയറി, ബാക്കി പകുതി ഇനി നാളെ വന്ന് കയറാമെന്നും പറഞ്ഞു. ഇത് തമ്പാട്ടി ഒരു കുടയും കയ്യിൽ പിടിച്ചിട്ട് ഞാൻ കുടയും പിടിച്ച് നടക്കത്ര നേരെ അമ്മ പിടിച്ച് നടന്നില്ലെന്ന് പറഞ്ഞിട്ട് അവളെ കുട എടുത്ത് മുന്നിൽ പോകാൻ തുടങ്ങി. അവൾക്ക് ക്ഷീണമൊന്നുമില്ല എന്നാവും. അവൾ എടുക്കാനും സമ്മതിക്കുന്നില്ല, പിടിക്കാനും സമ്മതിക്കുന്നില്ല. അവസാനം അതിൻ്റെ കൊടികുത്തിമല തൊട്ട് താഴെ തന്നെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ചിൽഡ്രൻസ് പാർക്കിൽ ഒരു സ്കൈ വിസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ള സെറ്റപ്പ്. തമ്പാട്ടി പിന്നെ ഒറ്റയ്ക്ക് അർമാദിക്കാനാകാത്തത് കൊണ്ട് ഞാനും അവളെ കൂടി. പിന്നെ നമുക്ക് കുട്ടികളുടെ മനസ്സല്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമുക്ക് കുട്ടികളുടെ മനസ്സാണല്ലോ. അതുകൊണ്ട് ഞാൻ തമ്പാട്ടിനെ കൂടി. ഒരുപാട് സംഭവങ്ങളുണ്ട് കുട്ടികൾക്ക് അർമാദിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. 300 രൂപ കണ്ടാണ് ഒരാൾക്ക് ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. ചെറിയ പൈസ ഉള്ളൂ. പിന്നെ അവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് ഈ സാധനം. എൻ്റെ പൊന്നോ വലിച്ചൊരൊറ്റ വിടല കവണ വിടണ പോലെ ആകാശത്ത് തൊട്ട് തരാം. ഇതൊക്കെ വേറെ ലെവൽ സംഭവമാണ്. ഇതിനൊക്കെ ഇതുപോലെ ആ 300 പാക്കേജ് എടുത്ത് അതിൽ പെടുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എല്ലാവരും ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യണമെന്നാണ് സ്കൈ വിസ്റ്റ. പിന്നെ അവിടുത്തെ മെയിൻ സംഭവം ഗ്ലാസ് ബ്രിഡ്ജ്. ഒരു രക്ഷയില്ല. ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസിൻ്റെ ഒരു സാധനമാണത് ഗ്ലാസ് ബ്രിഡ്ജ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വേറെ ലെവൽ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായി. കാരണം ഗ്ലാസ്സിലൂടെ അങ്ങനെ നടന്നിട്ട് നമ്മൾ താഴത്തേക്ക് നോക്കുന്ന സമയത്തുണ്ടല്ലോ, കാലിൽ കൂടെ ഒരു തരിപ്പ് കയറാനുണ്ട്. സംഭവം ആറ്റിറ്റ്യൂഡ് നടക്കുന്നത് മാത്രമേ ഉള്ളൂ. തമ്പാട്ടിനെ ഇങ്ങനെ പിടിച്ചടക്കുമ്പോൾ പ്രത്യേകിച്ച് പിടിക്കും. കാരണം നമ്മൾ